നഴ്സറികളിൽ ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ പൂച്ചെടികളും വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അവയെല്ലാം നന്നായിട്ട് പൂത്തിട്ടും കായ്ച്ചിട്ടുമുണ്ടാകും. എന്നാൽ അവയിലൊന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നട്ടാൽ അതുപോലെ എപ്പോഴും കാണണമെന്ന് നിർബന്ധമില്ല. നഴ്സറിയിൽ നിൽക്കുന്ന ചെടികൾ മാത്രം എപ്പോഴും ഇങ്ങനെ പൂക്കാനും കായ്ക്കാനും കാരണം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് എങ്ങനെ നമ്മുടെ വീടുകളിലെ ചെടികളിലേക്ക് കൊണ്ടുവരാമെന്നും ഒരു നഴ്സറിയിൽ പോകുമ്പോൾ എങ്ങനെ നല്ല തൈകൾ വാങ്ങിക്കാമെന്നും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടിക്ക് കൊടുക്കുന്ന വളം, ചെടി നിൽക്കുന്ന നടീൽ മിശ്രിതം, അതുപോലെ തന്നെ ചെടിക്ക് കൊടുക്കുന്ന കാലാവസ്ഥ, ചെടിയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഒരു നഴ്സറിക്കുള്ളിൽ ഒരു ചെടി നിൽക്കുന്നത് ഒരു ഷെയ്ഡ് ഹൗസിൻ്റെ ഉള്ളിലായിരിക്കും. ഷെയ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് വെയിലിൽ നിന്നും ഉണ്ടാകുന്ന ആഘാതത്തെ കുറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് വളരെ കുറഞ്ഞ അവസ്ഥയിലായിരിക്കും ആ ചെടി നിൽക്കുന്നത്. രണ്ടാമതായിട്ട് നഴ്സറികളിലെ ചെടികൾക്ക് കൃത്യസമയത്ത് ജലസേചനം നൽകാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് വളരെയധികം പ്രധാനപ്പെട്ടത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു നടീൽ മിശ്രിതമാണ് നഴ്സറികളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത്. മണ്ണ്, ചാണകപ്പൊടി, അതല്ലെങ്കിൽ അതിലും ഫലഭൂയിഷ്ഠമായ ഒരു ജൈവവളം, അതിൻ്റെയൊപ്പം ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ ചേരുമ്പോൾ ആ നടീൽ മിശ്രിതം വളരെയധികം ഫലഭൂയിഷ്ഠമായി മാറുന്നു. കൂടാതെ ചെടിക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ pH, അതായത് അമ്ല സ്വഭാവത്തെ ക്രമീകരിക്കുന്നതിനുള്ള മാർഗങ്ങളും ആ നടീൽ മിശ്രിതത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവയ്ക്കെല്ലാം പുറമെ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ അതല്ലെങ്കിൽ എയർ ലെയറിങ്ങോ ഇതുമല്ലെങ്കിൽ കമ്പ് മുറിച്ച് നട്ടോ കിളിർപ്പിച്ച തൈകളായിരിക്കും നഴ്സറികളിൽ ഉണ്ടായിരിക്കുക. ഇത്തരം ചെടികൾ പ്രായപൂർത്തിയായ ഒരു ചെടിയുടെ ശാഖയിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് അവയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു. അതിൻ്റെ ഒപ്പം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൂടി നൽകുമ്പോൾ അവ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇങ്ങനെ വിവിധ ഘടകങ്ങൾ അനുകൂലമായിട്ട് ഉണ്ടെങ്കിൽ കൂടിയും ചെറിയ ഇടവേള പോലുമില്ലാതെ ഒരു ചെടി വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് വളരെയധികം അസാധ്യമായിട്ടുള്ളതും ആ ചെടിക്ക് ഹാനികരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നഴ്സറിക്കാർ അവരുടെ സ്റ്റോക്കിൽ നിന്നും പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ചെടികളെ വിൽപ്പനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തു വെക്കുന്നു. ഇനി നമ്മൾ ചെടികൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പൂച്ചെടികളാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൂവുണ്ടായ ചെടികൾ തന്നെ നോക്കി ആ പൂവിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കി ആ ചെടി വാങ്ങിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. എന്നാൽ ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലോ ഡ്രമ്മുകളിലോ വളർത്തി ചെറിയ ഒരു സസ്യമാക്കി അതിനെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രമേ പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ഫലവൃക്ഷ തൈകൾ വാങ്ങിക്കാൻ പാടുള്ളൂ. പറമ്പിൽ നട്ട് വലിയ വൃക്ഷമാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ചെടികൾ വാങ്ങിക്കാൻ പാടില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ഫലവൃക്ഷങ്ങൾക്ക് താരതമ്യേന കായിക വളർച്ച കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.